നോക്കിയാൽ നമ്മളെ ടെന്റ് 4 ഭാഗം ഓപ്പൺ ആക്കി വെച്ചു കേട്ടോ. നല്ല വെട്ടമുണ്ട്. കർത്താവിന്റെ സംരക്ഷണം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തര തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കടയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന നസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. അപ്പൊ നമ്മൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങാൻ പോവാട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, ബാക്കി എടുത്തിട്ട് അങ്ങ് ഇറങ്ങാം. ബാക്കി എടുത്തില്ലേ, സെറ്റല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ. സ്റ്റാൻഡ് എടുക്കാം. പിന്നെ നമ്മൾ വീട് മാറുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ ഇപ്പം ഓഗസ്റ്റ് വരെ നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. ഓഗസ്റ്റ് വരെ ഉള്ള വാടക അവർ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ 7 മണിയായി ഇറങ്ങിയപ്പോഴത്തേക്കും. പക്ഷേ കുഴപ്പമില്ല, നമ്മളിനി നേരെ ഇവിടുന്ന് പോകുന്നത് ബ്രിഡ്ജിലോട്ടാണ്. ഇപ്പോൾ വെതർ നോക്കുമ്പോൾ, വെയിൽസിലെ വെതർ നോക്കുമ്പോൾ 3 ഡേയ്സിലേക്ക് മഴയെല്ലാം കാണിക്കുന്നുണ്ട്. അറിയില്ല എന്തായിരിക്കുമെന്ന്. ഇപ്പം ഹെവി റെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ റൂഫ് ടോപ്പിൽ താമസിക്കാതെ വേറെ എവിടെയെങ്കിലും റൂഫ് ടെൻറ്റിൽ താമസിക്കാതെ ചിലപ്പോൾ റൂം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ടെൻറ്റിൽ തന്നെ താമസിക്കും. അപ്പം നമ്മുടെ പ്ലാനൊക്കെ ചിലപ്പോൾ മാറും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് സെയിം ആയിട്ട് പോകും. വഴിയെ നമുക്ക് കാണാം എന്താ അവസ്ഥ. അതെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ആ ഒരു വെയിൽസ് ഇംഗ്ലണ്ട് കണക്ഷൻ ഉള്ള ആ ഒരു ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ നേരെ പോകുന്നത്. പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാലാവസ്ഥ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് മൂടിയൊക്കെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് നമ്മളിപ്പോ വെയിൽസിലേക്ക് എൻ്റർ ആവാൻ പോവാം. നമ്മളെ ഇംഗ്ലണ്ടിനെയും വെയിൽസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ അത്. അപ്പൊ നമ്മള് അതായിരുന്നു നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചത്. ഒരു വലിയ ബ്രിഡ്ജല്ലേ ഇത്? ഏറ്റവും വലിയ ബ്രിഡ്ജാണ്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ബ്രിഡ്ജ് എക്സിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇത് താഴെ കടലാണോ അത് അല്ലാതെ ഈ കായൽ പോലെ വല്ലതും ആണോ എന്നറിയില്ല. കടലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഫുള്ള് സ്ഥലം വറ്റി വരേണ്ട ഒരിതായിട്ടാണ്. പക്ഷെ ബാക്കി ഫുള്ള് സ്ഥലവും വെള്ളമായിരുന്നു കേട്ടോ. നമ്മൾ ഔദ്യോഗികമായിട്ട് വെയിൽസിലേക്ക് എൻ്റർ ആയിട്ടോ. വേറെ വിസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ അടുത്ത രാജ്യങ്ങളിലേക്ക്, നമ്മുടെ 4ാമത്തെ രാജ്യമാണ്. അതായത് നമ്മൾ മുമ്പേ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UK നമ്മൾ 4 റീജിയൻ അല്ലെങ്കിൽ 4 കൺട്രി ആയിട്ടാണ് UK ഉള്ളത്. അതിൽ നമ്മളുള്ളത് ഇംഗ്ലണ്ടിലാണ്. ഇപ്പം നമ്മൾ പോകുന്നത് വെയിൽസിലേക്കാണ്. ഇതല്ലാതെ ഇതിനുള്ള 2 സ്ഥലമാണ്, നോർത്തേൺ അയർലൻഡും സ്കോട്ട്ലൻഡും. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ടോ. നമ്മൾ ഈ കാണുന്നിടത്ത് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ പേ ആൻഡ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആമിയുടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുവാണേ. ആമിയുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം പുറത്തിറങ്ങാൻ. വാടി മിടിക്കി പെണ്ണ വേഗം ഉഷാറായിട്ട് വാ, അപ്പുറത്തോട് വാ. പപ്പ അതിലേ വരാവേ. പേ ആൻഡ് ഡിസ്പ്ലേ ആട്ടോ. നമുക്കിത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കണം. എല്ലാ വണ്ടിക്കാരും വെച്ചിട്ടുണ്ട്, നമുക്ക് കൊണ്ട് വെക്കാം. ഈ കിടക്കുന്ന ക്യാരവൻ കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് ഫിയറ്റിൻ്റെ ഇത് കണ്ടോ, അടിപൊളിയല്ലേ? നമുക്ക് മേടിക്കണ്ടേ ഇതുപോലത്തെ പറഞ്ഞോ. ഇത് കുറേ ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ബില്ല് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് സെറ്റായിട്ട് നമുക്ക് കാസ്റ്റിലോട്ട് പോവാം. ആമി പോവാം. എന്നാ വാ. ഇത് നോക്കിയാ ആമി, ഇത് നോക്കി, നല്ല രസമില്ലേ? നിനക്ക് വേണം അത്? അതിന് ഒത്തിരി പെറുക്കണ്ട, ഒരെണ്ണം മതി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വെയിൽസ് ഓൺ വീൽസിൻ്റെ എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ആ തിരക്കിൽ നമ്മൾ ഇൻട്രോ പറയാൻ മറന്നുപോയി. അപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടാണ് ഇൻട്രോ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ നമ്മൾ മുന്നേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ ബ്രിഡ്ജിൽ കൂടെ കയറി നമ്മളിപ്പോൾ കാസ്റ്റിലേക്ക് വന്നു. ഇന്നത്തെ ഫുൾ ഡേ ഇവിടെ നമ്മുടെ കാർഡിഫിലാട്ടോ. അത് വെയിൽസിൻ്റെ തലസ്ഥാന നഗരമായ കാർഡിഫിലാണ് ഇന്നത്തെ ദിവസം. നമ്മൾ നമ്മുടെ വണ്ടിയിൽ ആ കാണുന്ന പാർക്കിലാട്ടോ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുന്ന് ഈ ഒരു ബ്രിഡ്ജ് കയറി വേണം നമുക്ക് കാസ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗാർഡൻ, അടിപൊളി ഒരു ഗാർഡനായത്. ഇത് കണ്ടോ, ഒരു ചെറിയ അരുവിയൊക്കെ. ഡേസി ഫ്ലവർ എന്നാ ഹൈറ്റിലല്ല നിൽക്കുന്നത് ഇവിടെയൊക്കെ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. വാ ആമി. മീമിയോ? എവിടെ മീമി? സ്വാനുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കാസ്റ്റലിനടുത്തേക്ക് എത്തി. ഇനി നമുക്ക് അകത്തേക്ക് കയറണം. 10 മണിക്കാണ് ഓപ്പണിങ്. ഇപ്പം സമയത്തായി 10:15. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയാലോ. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു വാള് കണ്ടു കേട്ടോ. ഇത് നമ്മൾ ആദ്യം വലിയ മൈൻഡ് ചെയ്തില്ല, പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1900 നിർമ്മിച്ച വാളാണിത്. മൊത്തം ഇതുപോലെ മൃഗങ്ങളെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഓരോരോ മൃഗങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പം ഇങ്ങോട്ട് ഇത് കണ്ടോ, ഇതെന്തോ ഒരു
എന്തൊക്കെയോ മൃഗങ്ങളുണ്ട്. അതേപോലെ സിംഹം അങ്ങനെയുള്ള പല പല മൃഗങ്ങളെയും ഇതിനകത്ത് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവം കാണാൻ എന്തായാലും. അപ്പോൾ ഇവിടെ മുന്നേ വന്നവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. ഇവിടെ വന്ന കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളിവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. വാ അമ്മി. ഒരാൾക്ക് 15 പോകണ്ടല്ലേ? 31 15.5 അപ്പം വാ വേണ. നമ്മുടെ ആമയാണ് ഒരാളെ വെറുതെ വിടില്ല കേട്ടോ. അതിൽ വഴിയെ പോകുന്നവരോടെല്ലാം ഹായും പറഞ്ഞ് അവരെ കയ്യിലും കാലയിലൊക്കെ പിടിച്ചിട്ടേ വിടുത്തുള്ളൂ. ഒരു 10 പേരെ ആയി ഇതുപോലെ തടഞ്ഞു നിർത്തുന്നു. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറണം. അപ്പം ഇതിലെയാണ് വഴി. നമുക്ക് ടിക്കറ്റ് എടുക്കാത്തവർക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇതിന് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. എന്ത് ഹൈറ്റിലാണ് അറിയാം നമ്മൾ നിൽക്കുന്നത്. നോക്കി, നമ്മൾ വന്നത് ആ ഒരു ഭാഗത്താണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അങ്ങ് അവിടെയാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാർഡിഫിന്റെ സൗത്തും കാണാൻ പറ്റും, അതുപോലെ നോർത്തും കാണാൻ പറ്റും കേട്ടോ. ഇതാ വെയിൽസിന്റെ കൊടി ഇവിടെ ഇങ്ങനെ പാറി കളിച്ചോണ്ടാണ്. അയ്യാ മോനെ, ഇതാരാ നോക്ക്. സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ റാമിക്കുട്ടൻ. ഇങ്ങോട്ട് നോക്കി. രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ബ്രഞ്ചാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂട്ടി ബ്രഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്നത് ബാർബിക്യൂ പനീനി കേട്ടോ. പിന്നെ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആമി കഴിക്കുന്നുണ്ടോ? നമ്മൾ കഴിക്കാൻ പോകട്ടെ. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളിവിടെ ഒരു ഷോപ്പ് കണ്ടേ, ഹിസ്റ്റോറിക്കൽ വെയിൽസ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് നമ്മുടെ എന്താ പറയുക മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സുവനീർ മേടിച്ചിട്ടോ. വെയിൽസ് എന്ന് എഴുതിയതും അതേപോലെ തന്നെ കാർഡിഫും. അപ്പം ഈ 2 സുവനീർ നമ്മൾ ഇവിടുന്ന് മേടിച്ചു. ഇനി നമുക്ക് എവിടെ പോകണ്ടേ? നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ. നമ്മൾ 5 മണിക്കൂർ നേരത്തേക്കല്ല, 3 മണിക്കൂർ നേരത്തേക്കല്ല എടുത്തേ. നമുക്ക് 2 മണിക്കൂർ കൂടെ എക്സ്ട്രാ എടുത്തിട്ട് ശരി. നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി കേട്ടോ. വണ്ടിയുടെ അകം ഫുള്ള് ഇപ്പം ഇങ്ങനെയാണ്. ഇതിപ്പോ പിന്നെ ബാക്ക് കുഴപ്പമില്ല. ഇത് പില്ലോ ഉള്ളത് കൊണ്ടാണ്. പില്ലോയും ഞങ്ങളുടെ ജാക്കറ്റും ആയിരിക്കുന്നത്. ഇത് 2 പേര് സെറ്റ് ആക്കിയിട്ട് വേണം ഇനി ആമേനെ ഇരുത്തരാം. ആമി എൻ്റെ മടിയിലായി ഇരിക്കുന്നത്. എൻ്റെ ഫോണ് ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് കാർഡിഫ് ബേയിലോട്ടല്ലേ? അല്ല, മില്ലേനിയം സ്ക്വയർ. ഇപ്പോൾ അടുത്ത് നമ്മളിപ്പം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മില്ലേനിയം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പം നമ്മൾ മില്ലേനിയം സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മില്ലേനിയം സെൻറ്റർ ആണോ സ്ക്വയർ ആണോ? സ്ക്വയർ. ആ ഓക്കെ. ഇതിൻ്റെ തൊട്ടപ്പുറ സൈഡിലാട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നമുക്ക് ഇനി അവിടെ പോയിട്ട് ആ വീലൊക്കെ കാണാം. കാർഡിഫ് ബേ ആണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റും നടക്കാം. ഇതിലൊക്കെ കാർഡിഫ് ബേ അല്ലേ? ഓക്കെ, നമുക്ക് അതിലേക്ക് നടന്നിട്ട് വരാം. വാ ആമി, വാടി ആമി, വാ. ഇത് നല്ല സണ്ണി ഡേ കേട്ടോ. എന്തായാലും അടിപൊളിയായത്. മഴ എങ്ങാനും ആയിരുന്നെങ്കിൽ ചടച്ചു പോയേനെ. നാളെയും വ്യാഴാഴ്ചയും മഴയാണെന്നാണ് പറയുന്നത്. ഇനി എന്താവും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ പോകുന്നതായിരിക്കും. നമ്മളെ ഒന്നിനും തളർത്താൻ പറ്റില്ല. അതെ. കാണുന്ന വഴിയിലൂടെ ഞങ്ങൾ ഒരു 2-3 കിലോമീറ്റർ അങ്ങ് വരെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാട്ടോ. നമുക്കിനി നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയാലോ എന്നൊരു ആലോചനയുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വിടാം. ആമി അതേ പിടിച്ച് നിന്ന് തലയും കുത്തി താഴെ പോകട്ടോ. ഇനി വെള്ളത്തിൽ വീണ പപ്പയ്ക്ക് നീന്താൻ അറിയെന്ന് വെച്ചിട്ട് എന്നാ പോവാ. അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ക്യാമ്പിംഗ് സൈഡിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും കാറിനകത്തായി നമ്മള്. അത് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. ശരിക്കും ഒരു വെയിൽസ് എന്താന്ന് നമുക്ക് ശരിക്കും ഈ ഒരു ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വിറ്റ്സർലാൻഡ് അതുപോലത്തെ മരങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ടില്ല, എന്നാലും പല വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ. മാത്രല്ല നമ്മള്
കാർഡിഫ് കാസ്റ്റിൽ നിന്നപ്പം അവിടുന്ന് വേറൊരു കാസ്റ്റില്ല, കാസ്റ്റൽ കോച്ച് എന്ന് പറഞ്ഞൊരു ഇന്ന ഏരിയയിലുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ നമ്മള് കണ്ടു കറക്റ്റ് ആയിട്ട്. അത് വിന്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും ഇത് കാണാനേ. ഇപ്പൊ തന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനത്തെ മലകൾ ഇതൊക്കെയാ, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്ത് ഈ റോഡ് ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഇത്. അപ്പം നമ്മൾ കുറച്ചിങ്ങ് വന്നിട്ട് വണ്ടി നിർത്തി കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. നോക്കിയേ ആ ഒരു ഇതൊക്കെ എന്ത് രസമല്ലേ കാണാൻ. എൻ്റെ പൊന്നോ, ഇതിങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഇത് നോക്കി, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. നമ്മളിവിടുത്തെ ക്യാമ്പ് സൈറ്റിലെത്തി കേട്ടോ. ഇപ്പം പുള്ളിക്കാരി നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മീൻസ് ടോയ്ലറ്റൊക്കെ എവിടെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എൻ്റെ അമ്മ അങ്ങോട്ടൊക്കെ നോക്കി പൊളിച്ച്. ഇത് പുള്ളിക്കാരിയുടെ വീടും ഫാമും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മൾ പിച്ച് കണ്ട് നമുക്ക് ഇവിടെ നിർത്താമെന്ന് നമ്മൾ തീരുമാനിച്ചത് കേട്ടോ. അബി അപ്പോൾ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് രസമാണ്. അയ്യോ, ഈ മഞ്ഞപ്പൂവാണ് ഏറ്റവും അടിപൊളി. അതെനിക്ക് അത്ര ഇഷ്ടമായി കേട്ടോ. മഞ്ഞപ്പൂവിൻ്റെ ഇടയിൽ കിടന്നിന്ന് നമ്മൾ ഉറങ്ങുക. അവയ്ക്ക് പറിക്കാൻ എത്ര പൂവാണോ അല്ലേ? ഇത് കണ്ട ഇതിങ്ങനെ ഈ കാണുന്ന ഫുള്ള് മഞ്ഞപ്പൂക്കളാട്ടോ. അപ്പം അബി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പപ്പ വന്നല്ലോ. നമ്മുടെ സൈറ്റിലോട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട പിച്ചിലോട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പിച്ചാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഒന്നാമത് നമുക്ക് റൂഫ് ടോപ്പ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ കുന്നിലോട്ട് ഇങ്ങോട്ടേക്ക് കയറ്റിയാൽ നമുക്ക് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ താഴെ തന്നെ ഉള്ള പിച്ചെടുത്ത് അബി അങ്ങോട്ടേക്ക് കയറ്റി നിർത്തുന്നുണ്ട്. കണ്ടാ, അബി അങ്ങ് കയറ്റി നിർത്തി. ഇനി അവിടെ നമ്മളെല്ലാം റെഡിയാക്കും. ഞാൻ പറയായിരുന്നു, നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടല്ലേ വരാനിരുന്നത്. നമ്മൾ നേരത്തെ വരാൻ തീരുമാനിച്ചതാണ്. അതെ, മതി. അപ്പൊ ഈ കാണുന്ന ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. എന്താ രസം നോക്ക്. എന്റെ ആവി ഇങ്ങുവാ, ഓടി കളിക്കാം നമുക്ക്. പൂക്കള് വരച്ചു, ഇതാ ഇഷ്ടം പോലെ പൂക്കള്. നിനക്കല്ലേ പൂക്കള് വേണ്ട? ആവി ഇങ്ങനെ ഓട്, എന്തോരം പൂക്കളാ നോക്ക്. ഇങ്ങ ഓടിവാ, ഓടി കളിക്കണ്ട വെള്ളേ, ഓടിവാ ഓടിവാ. ഇതിങ്ങനെ എന്താ ഇത് നോക്കി, ഇതിങ്ങനെ എടുത്തിട്ട് ഇതേ വീടല്ലേ ഇത് നോക്കി. ആമി എങ്ങനെയുണ്ട് പിന്നെ ക്യാമ്പ് സൈറ്റ്? അടിപൊളിയല്ലേ? എൻ്റെ അമ്മ ആ മലയിലൊക്കെ കുതിരയുണ്ട്. ഇവർക്ക് കുതിരയൊക്കെ ഉണ്ടോ? അതിനകത്തൊക്കെ ഓടിക്കളിക്കുന്ന കാണണം. എൻ്റെ അപ്പനെ, ഇതെന്തായാലും വർത്താടി. ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഇതൊരു വർത്ത് സംഭവം. ഒറ്റ ദിവസം തന്നെ എൻ്റെ അമ്മ മനസ്സ് നിറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ റൂഫ് ടോപ്പ് ടെൻറ്റ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ എല്ലാം ക്യാമ്പിങ്ങിൻ്റെ എല്ലാ സെറ്റപ്പ് റെഡിയാക്കി റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അബി ടെൻറ്റിൻ്റെ എല്ലാം അഴിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ 4 പാടും ഇതിന് ലോക്കുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മൾ ടെൻറ്റ് ഇപ്പം നേരെയാക്കാൻ പോവുക. നമ്മൾ ലാഡർ ഇറക്കിയിട്ട്. ഇതൊരു ഫാം ഹൗസിൻ്റെ ക്യാമ്പിംഗ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഇത്ര ഒരു അടിപൊളി സെറ്റപ്പ് കേട്ടോ. പിന്നെ നമുക്ക് ഷവറിനും അതുപോലെ തന്നെ ടോയ്ലറ്റിനൊക്കെ ഉള്ള സൗകര്യം അവിടെയുണ്ട്. ഫ്രഷ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതാ അബി അങ്ങനെ നമ്മുടെ ലാഡർ പിടിച്ച് താത്തുവാണ്.
ആ വല്ല വല്ല ആകുമ്പോൾ ഇങ്ങനെ വന്നോളൂ. അങ്ങനെ നമ്മുടെ ടെൻറ്റ് നമ്മൾ നിവർത്തി. ഇനി ഇതിനുള്ളിൽ നമ്മുടെ കൊണ്ടുവന്ന് ഡിവൈറ്റ് ഇടണം, പില്ല വെക്കണം, അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഔണിങ് കെട്ടണോ അബി? ഔണിങ് കെട്ടണോ? വേണ്ടല്ലോ. ജസ്റ്റ് എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലും ആക്കി കുടിച്ച് അല്ലേ? അതെ, ചായയും കൂടി ആവാം അതിൻ്റെ കൂടെ അല്ലേ? ഫിഷ് കപ്പ ബിരിയാണി കഴിച്ചാലോ ഇന്ന്? അതാക്കാം. മാമി ആ ചെയറിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാ. ഇതെന്താണെങ്കിലും നല്ലൊരു അടിപൊളി ട്രിപ്പായി. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഓർത്തിരിക്കാനുള്ള ഇതായി. അപ്പം നമ്മൾ ബെഡ് വിരിച്ചു കേട്ടോ. ഇത് നോക്കിയേ, എന്താ രസം, അടിപൊളി. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. എന്നാ അടിയാണേ? എന്തിയേ? വാന്ന കയറി. ഓഹ്, എന്താ രസം. നമ്മളെ ടെൻറ്റ് 4 ഭാഗം ഓപ്പൺ ആക്കി വെച്ചു കേട്ടോ. നല്ല വെട്ടമുണ്ട്. ആ മെഷ് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യണ്ട, പ്രാണികളൊക്കെ കയറിയാലോ. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ക്യാമ്പിംഗ് കിച്ചൺ ഇതേ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് കപ്പ ബിരിയാണി. ടേസ്റ്റി നിബിൾസിൻ്റെ നമ്മൾ മേടിച്ച കേട്ടോ. അതേപോലെ തന്നെ രണ്ടും ഫിഷ് കപ്പ ബിരിയാണിയാണ്. ഇത് ജസ്റ്റ് ആക്കാൻ സിമ്പിളാട്ടോ. നമുക്ക് നേരെ ചൂടുവെള്ളത്തിനകത്തേക്ക് ഇട്ടാൽ മതി. അതൊന്ന് ഓപ്പൺ ആക്കി, ആ കവറൊന്ന് ഓപ്പൺ ആക്കി. ആമി ഇതേ കിടന്ന് കളിക്കാതെ നോക്കണേ. ആമി ഇത് വേണ്ട. ഇത് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് ഒരു 5-6 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സാധനം റെഡി. ഒരാൾക്ക് ഒരു നേരത്തേക്ക് ഓക്കെ ആയി സാധനം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതായിട്ട് കാണാം കേട്ടോ. കപ്പ ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആമി മിന്നോട് ഇരുന്ന് കഥ പറയൂ കേട്ടോ. എന്നാ തണുക്കുന്നുണ്ടോ? ആ, എന്നാ ജാക്കറ്റ് എടുത്ത് ഇടിക്കടി കുളിപ്പിച്ചിട്ടേക്കാം. എന്നാൽ കുളിക്കാൻ പോയിട്ട്. നല്ല അടിപൊളി ടോയ്ലറ്റ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഓ, ഒരു രക്ഷയില്ല. അവർ തന്നെ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്ര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് സാധനം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ? കിടക്കാം അല്ലേ? നമ്മുടെ ചൂട് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഫിഷ് കപ്പ ബിരിയാണി. ആമിയും മിന്നും കഴിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാനും കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടെ കഴിക്കണം അല്ലേ? ഇഷ്ടപ്പെട്ടോടി? ആ, അപ്പോൾ ഇനി നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നല്ല രസമുണ്ട്. സ്മെല്ലൊന്നും ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നു കേട്ടോ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രിൻസ് ഓഫ് വെയിൽസ് പറഞ്ഞ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറി കാർഡിഫ് കാസ്റ്റിലെത്തി. പിന്നെ നമ്മൾ കാർഡിഫ് ബേയും അതുപോലെ തന്നെ മില്ലേനിയം സെന്റർ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിട്ടോ. ഇപ്പം നമ്മൾ വെയിൽസിൻ്റെ ഒരു ചെറിയ താഴെ ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പം തന്നെ ഇത്രയും നല്ല വ്യൂ. താഴെ വന്നിട്ട് നമ്മൾ ഇച്ചിരി മുകളിലോട്ട് കയറി. കുറച്ച് നടുക്കൊന്നും കിട്ടില്ല, താഴെ തന്നെ ഉള്ളത്. ഇനി ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോ സൈഡർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആപ്പിൾ സൈഡർ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കയറി കിടക്കും, നേരെ ഉറങ്ങും അല്ലേ? നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണമുണ്ടെന്ന് മീൻസ് രാവിലെ എണീച്ചതല്ലേ. ഇന്നലെ ടൂറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ സത്യം പറഞ്ഞില്ല. പിന്നെ രാവിലെ അലാറം ഒക്കെ വെച്ച് എണീച്ച് വെയിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ വെയിലിൻ്റെ ചെറിയ തണുപ്പും ഈ ചെറിയ വെയിലും കൂടെ അടിക്കുമ്പോഴത്തേക്കും സൂപ്പർ. അപ്പം ഞങ്ങൾ അകത്ത് കയറി കിടന്നു കേട്ടോ. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി, ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കിടന്നു. ഇരുട്ടായി തുടങ്ങിയതേ ഉള്ളൂ. സമയത്തായി 9 മണി അങ്ങാണ്ടായി. 9:50 പക്ഷെ ഇരുട്ടായിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഒരു നിലാവട്ടം പോലെ വെട്ടമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങ് ഉറങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.